ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു gkctutorials. വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ ചാനലിൽ ക്യാഷ് നൽകി ജോയിൻ മെമ്പറാകാൻ ആഗ്രഹിക്കുന്നവർ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് ഈ ചാനലിൽ ലഭ്യമാക്കിയിട്ടുള്ള അനൗൺസ്മെന്റ് വീഡിയോ നിർബന്ധമായും കാണുക. ഓരോരുത്തർക്കും ആവശ്യമായ ക്ലാസുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ജോയിൻ ചെയ്യാവൂ. കൂടാതെ ഏതൊക്കെ ക്ലാസുകളാണ് പെയ്ഡായി നൽകിയിട്ടുള്ളത് എന്നറിയാൻ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് എന്നൊരു ലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ഏതെല്ലാം പരീക്ഷകൾക്കായുള്ള ക്ലാസുകളാണ് പെയ്ഡായി ലഭ്യമാക്കിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓൾറെഡി മെമ്പേഴ്സ് ആയവർക്ക് വീഡിയോ കാണാവുന്നതുമാണ്. ഓക്കെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ കേരള PSCയുടെ 10th ലെവൽ പ്രിലിംസ് എക്സാമിന്റെ സയൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആണ്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം. മെൻഡലീഫിന്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ഏത് രീതിയിലാണ്? മെൻഡലീഫിന്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അറ്റോമിക് മാസിന്റെ ആരോഹണ ക്രമത്തിൽ. മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട ത്രികങ്ങൾ എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട ത്രികങ്ങൾ എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? ഡോബറൈനർ. ഒരു മൂലകത്തിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയുടെ പേര് എന്താണ്? ഒരു മൂലകത്തിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജോൺ ഡാൾട്ടൺ. ആറ്റത്തിന്റെ കേന്ദ്രഭാഗത്തിന്റെ പേര് എന്താണ്? ആറ്റത്തിന്റെ കേന്ദ്രഭാഗമാണ് ന്യൂക്ലിയസ്. ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനങ്ങളിൽ നിർണായക പങ്ക് വഹിക്കുന്ന അറ്റോമിക കണികകൾ ഏതാണ്? ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനങ്ങളിൽ നിർണായക പങ്ക് വഹിക്കുന്ന അറ്റോമിക കണികകളാണ് പ്രോട്ടോൺസ്. അപ്പോൾ ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം പ്രോട്ടോൺ ആണ്, നെഗറ്റീവ് ചാർജുള്ള കണം ഇലക്ട്രോൺ ആണ്. അതുപോലെ തന്നെ ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങുന്ന കണികയും ഇലക്ട്രോൺ തന്നെയാണ്. അപ്പോൾ ഒരു ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം ഏതാണ്? പ്രോട്ടോൺ. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഏതാണ്? അത് ഇലക്ട്രോൺ ആണ്. അതുപോലെ തന്നെ ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങുന്ന കണികയും ഇലക്ട്രോൺ ആണ്. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം എന്നറിയപ്പെടുന്നത് ന്യൂട്രോൺ ആണ്, അതായത് ന്യൂട്രൽ. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ. ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്തതിന് ഉദാഹരണം ഏതാണ്? ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്തതിന് ഉദാഹരണം ഏതാണ്? പ്രോട്ടിയം. കെ ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? കെ ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2. വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വാതകം ഏതാണ്? വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വാതകം നൈട്രജൻ ആണ്. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഏതാണ്? അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകമാണ് ഓക്സിജൻ. ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണം അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ അത് നൈട്രജൻ ആണ്. ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണം അല്ലാത്തത് നൈട്രജൻ. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പുറത്തുവിടുന്ന വാതകം ഏതാണ്? സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പുറത്തുവിടുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണ്. അപ്പോൾ ഇത് PSCയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതായത് സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസിന് ഉപയോഗിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ ആണ്. ഇതുമായി റിലേറ്റ് ചെയ്ത മറ്റൊരു ക്വസ്റ്റ്യൻ, ഓക്സിജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്റ്റ്ലി. അതുപോലെ തന്നെ ഓക്സിജൻ വാതകം കണ്ടുപിടിച്ചത് ഷീലയാണ്. ലെസൈൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം ഏതാണ്? ലെസൈൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയാൻ സാധിക്കാത്ത മൂലകം ഏതാണ്? ഓക്സിജൻ. ആവർത്തന പട്ടികയിലെ 16ാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം ഏതാണ്? 16ാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം ഏതാണ്? ഓക്സിജൻ. ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത് എന്താണ്? ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത് എന്താണ്? ഹൈഡ്രജൻ. മാസ് നമ്പർ 2 ഉള്ള ഹൈഡ്രജൻ ഐസോട്ടോപ്പ് ഏതാണ്? മാസ് നമ്പർ 2 ഉള്ള ഹൈഡ്രജൻ ഐസോട്ടോപ്പ് ഏതാണ്? ഡ്യൂട്ടീരിയം. അതായത് ഘനജലം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് ഡ്യൂട്ടീരിയം എന്ന് പറയുന്നത്. പ്രകൃതിയിൽ ഏറ്റവും ദുർലഭമായി കാണപ്പെടുന്ന ഹാലജൻ ഏതാണ്? പ്രകൃതിയിൽ ഏറ്റവും ദുർലഭമായി കാണുന്ന ഹാലജൻ ഏതാണ്? അസറ്റാറ്റിൻ. ഉത്കൃഷ്ടവാതകം ഏതാണ്? ഉത്കൃഷ്ടവാതകം എന്നറിയപ്പെടുന്നത് ഏതാണ്? നിയോൺ. അതുപോലെ തന്നെ ഏറ്റവും ഭാരം കൂടിയ വാതകം റെഡോൺ ആണ്.
ഉത്കൃഷ്ട വാതകം എന്നറിയപ്പെടുന്നത് നിയോൺ ആണ്. ഏറ്റവും ഭാരം കൂടിയ വാതകം റെഡോൺ ആണ്. ഇനി കുറച്ച് വസ്തുക്കളുടെ അയിര് ഏതാണെന്ന് നോക്കാം. അലൂമിനിയത്തിന്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ്. അപ്പോൾ അലൂമിനിയത്തിന്റെ അയിര് ബോക്സൈറ്റ് ആണ്. സിങ്കിന്റെ അയിരാണ് കലാമിൻ. അതുപോലെ തന്നെ തോറിയത്തിന്റെ അയിര് ഏതാണ്? മോണോസൈറ്റ്. ഇരുമ്പിന്റെ ധാതു ഏതാണ്? ഹേമറ്റൈറ്റ്. ഇരുമ്പിന്റെ അയിരാണ് ഹേമറ്റൈറ്റ്. അപ്പോൾ അലൂമിനിയത്തിന്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ്. സിങ്കിന്റെ അയിര് കലാമിൻ. തോറിയത്തിന്റെ അയിര് മോണോസൈറ്റ്. ഇനി കുറച്ച് പദാർത്ഥങ്ങളുടെ രാസനാമം എന്താണെന്ന് നോക്കാം. ഉപ്പിന്റെ രാസനാമമാണ് സോഡിയം ക്ലോറൈഡ്. ഉപ്പിന്റെ രാസനാമം സോഡിയം ക്ലോറൈഡ് ആണ്. അതുപോലെ തന്നെ ചുണ്ണാമ്പിന്റെ രാസനാമമാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ചുണ്ണാമ്പ്. തുരിശിന്റെ രാസനാമമാണ് കോപ്പർ സൾഫേറ്റ്. അപ്പോൾ ഇത് മുൻപ് PSC ചോദിച്ചിട്ടുള്ളതാണ്. തുരിശിന്റെ രാസനാമം കോപ്പർ സൾഫേറ്റ് എന്നാണ്. കാസ്റ്റിക് സോഡയുടെ രാസനാമം സോഡിയം ഹൈഡ്രോക്സൈഡ് എന്നാണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് കാസ്റ്റിക് സോഡ. അതുപോലെ തന്നെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് കാസ്റ്റിക് പൊട്ടാഷ്. കാസ്റ്റിക് പൊട്ടാഷ് എന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. അപ്പോൾ ഉപ്പ് എന്നത് സോഡിയം ക്ലോറൈഡ് ആണ്. ചുണ്ണാമ്പ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. തുരിശ് കോപ്പർ സൾഫേറ്റ്. കാസ്റ്റിക് സോഡ സോഡിയം ഹൈഡ്രോക്സൈഡ്. കാസ്റ്റിക് പൊട്ടാഷ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഇനി മോരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. മോരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസറ്റിക് ആസിഡ് ആണ്. പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ടാർട്ടാറിക് ആസിഡ്. നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡിന്റെ പേരാണ് സിട്രിക് ആസിഡ്. ഇത് എല്ലാവർക്കും അറിയാമായിരിക്കും. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് മാലിക് ആസിഡ്. അതുപോലെ തന്നെ ഉറുമ്പിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ഫോമിക് ആസിഡ്. അപ്പോൾ പുളി, നാരങ്ങ, ഉറുമ്പ് ഇവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകൾ ഏതാണെന്നുള്ളത് PSC മുൻപും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മോരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ലാക്റ്റിക് ആസിഡ് ആണ്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസറ്റിക് ആസിഡ്. പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാർട്ടാറിക് ആസിഡ്. നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് സിട്രിക് ആസിഡ്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് മാലിക് ആസിഡ് ആണ്. ഉറുമ്പിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഫോമിക് ആസിഡ് ആണ്. വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസസംയുക്തം ഏതാണ്? വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസസംയുക്തം ഏതാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ്. ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം ഏതാണ്? ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തമാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് എന്താണ്? കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് എന്താണ്? മീഥൈൻ. ബാറ്ററികളിലെ ആസിഡ് ഏതാണ്? ബാറ്ററികളിലെ ആസിഡാണ് സൾഫ്യൂറിക് ആസിഡ്. വാഹനങ്ങളിലെ പുകയിലുള്ള വിഷവാതകം ഏതാണ്? വാഹനങ്ങളിലെ പുകയിലുള്ള വിഷവാതകമാണ് കാർബൺ മോണോക്സൈഡ്. വിറക്, കൽക്കരി ഇവ കത്തുമ്പോൾ പുറത്തു വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇനി ആഗോള താപനത്തിന് കാരണം ഏതു വാതകമാണ്? ആഗോള താപനത്തിന് കാരണം ഏതു വാതകമാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി ഫാക്ടറികളിൽ നിന്ന് പുറത്തു വരുന്നത് എന്ത് തരം വാതകമാണ്? ഫാക്ടറികളിൽ നിന്ന് പുറത്തു വരുന്നത് എന്ത് തരം വാതകമാണ്? സൾഫർ ഡൈ ഓക്സൈഡ്. എൻഡോസൾഫാനിൽ അടങ്ങിയിരുന്ന പ്രധാന ഘടകം ഏതാണ്? എൻഡോസൾഫാനിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം ഏതാണ്? ഓർഗാനോ ക്ലോറൈഡ്. എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണം ഏതാണ്? എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണമാണ് സോപ്പ്. കൃത്രിമ പാനീയങ്ങളിൽ എറിത്രോസിൻ ചേർക്കുന്നത് എന്തിനാണ്? കൃത്രിമ പാനീയങ്ങളിൽ എറിത്രോസിൻ ചേർക്കുന്നത് എന്തിനാണ്? അതിന് ചുവപ്പ് നിറം നൽകാനാണ്. സാധാരണയായി പാചകപാത്രങ്ങളുടെ കൈപ്പിടികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ്? സാധാരണയായി പാചകപാത്രങ്ങളുടെ കൈപ്പിടികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ്? ബേക്കലൈറ്റ്. അർബുദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വികിരണം ഏതാണ്? അർബുദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വികിരണമാണ് ഗാമ കിരണം. LPGയിലെ മുഖ്യ ഘടകം എന്താണ്? LPGയിലെ മുഖ്യ ഘടകം ബ്യൂട്ടെയിൻ. റേച്ചൽ കാഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണ്?
റേച്ചൽ കാർസൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം ഏതാണ്? DDT. മിന്നാമിനുങ്ങിന്റെ തിളക്കത്തിന് കാരണം എന്താണ്? മിന്നാമിനുങ്ങിന്റെ തിളക്കത്തിന് കാരണം ഓക്സി ലൂസിഫെറിൻ ആണ്. വാഹനങ്ങളിലെ റിയർ വ്യൂ മിററിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്ത് തരം ദർപ്പണമാണ്? വാഹനങ്ങളിലെ റിയർ വ്യൂ മിററിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്ത് തരം ദർപ്പണമാണ്? കോൺവെക്സ് ലെൻസ്. ചെറിയ അക്ഷരങ്ങൾ, വസ്തുക്കൾ എന്നിവ വലുതായി കാണാൻ സഹായിക്കുന്നതാണ് കോൺവെക്സ് ലെൻസ്. അപ്പോൾ ചെറിയ അക്ഷരങ്ങൾ, വസ്തുക്കൾ എന്നിവ വലുതായി കാണാൻ സഹായിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. അതുപോലെ തന്നെ യഥാർത്ഥ ദർപ്പണം ലഭിക്കുന്നത് കോൺകേവ് ലെൻസിലാണ്. അന്തരീക്ഷ മർദ്ദം അളക്കുന്നത് എന്തുപയോഗിച്ചാണ്? അന്തരീക്ഷ മർദ്ദം അളക്കുന്നത് എന്തുപയോഗിച്ചാണ്? ബാരോമീറ്റർ. കാൽക്കുലേറ്റർ, വാച്ച്, ഇലക്ട്രോണിക് എന്നിവയിലെ സെൽ ഏതാണ്? കാൽക്കുലേറ്റർ, വാച്ച്, ഇലക്ട്രോണിക് എന്നിവയിലെ സെൽ ഏതാണ്? മെർക്കുറി സെൽ. മൊബൈൽ ഫോണിലെ സെൽ ലിഥിയം അയോൺ സെല്ലാണ്. അപ്പോൾ കാൽക്കുലേറ്റർ, വാച്ച് ഇവയിലെ സെൽ മെർക്കുറി സെല്ലാണ്. മൊബൈൽ ഫോണിലെ സെൽ ലിഥിയം അയോൺ സെല്ലാണ്. ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ കഴിയുന്ന സവിശേഷതയുടെ പേര് എന്താണ്? ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ കഴിയുന്ന സവിശേഷതയുടെ പേരാണ് മാലിയബിലിറ്റി. അപ്പോൾ മാലിയബിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണെന്ന് മുൻപ് PSC ചോദിച്ചിട്ടുള്ളതാണ്. സ്വർണമാണ് മാലിയബിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം. അതായത് അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ കഴിയുന്ന സവിശേഷ ഗുണമുള്ള ലോഹമാണ് സ്വർണം. അതുപോലെ തന്നെ ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാൻ കഴിയുന്ന സവിശേഷതയുടെ പേരാണ് ഡക്റ്റിലിറ്റി. ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാൻ കഴിയുന്ന സവിശേഷതയുടെ പേരാണ് ഡക്റ്റിലിറ്റി. ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? പ്ലാറ്റിനം. ഡക്റ്റിലിറ്റി കൂടുതലുള്ള ലോഹമാണ് പ്ലാറ്റിനം. ഭൂവൽക്കത്തിൽ കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹമാണ് അലൂമിനിയം. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ്? മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹങ്ങളാണ് സോഡിയം, പൊട്ടാസ്യം ഇവയൊക്കെ. ബ്രാസ് അഥവാ പിച്ചള എന്നിവയൊക്കെ എന്തിന്റെ സങ്കരമാണ്? ബ്രാസ് അഥവാ പിച്ചള എന്നത് ഏതിന്റെ സങ്കരമാണ്? കോപ്പർ ആൻഡ് സിങ്ക്. കോപ്പറിന്റെയും സിങ്കിന്റെയും സങ്കരമാണ് ബ്രാസ് അഥവാ പിച്ചള. അതുപോലെ തന്നെ നിക്രോം എന്നത് നിക്കൽ, ക്രോമിയം, ഇരുമ്പ് എന്നിവയുടെ സങ്കരമാണ്. നിക്രോം എന്നത് നിക്കൽ, ക്രോമിയം, ഇരുമ്പ് എന്നിവയുടെ സങ്കരമാണ്. അതുപോലെ തന്നെ അൽനിക്കോ എന്നത് എന്തിന്റെയൊക്കെ സങ്കരമാണ്? അപ്പോൾ അൽനിക്കോയും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അൽനിക്കോ എന്നത് ഏതിന്റെയൊക്കെ സങ്കരമാണ്? അയൺ, അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്. അയൺ, അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട് എന്നിവയുടെ സങ്കരമാണ് അൽനിക്കോ. ബ്രോൺസ് അഥവാ ഓട് എന്നത് ഏതിന്റെയൊക്കെ സങ്കരമാണ്? കോപ്പറും ടിന്നും. കോപ്പറിന്റെയും ടിന്നിന്റെയും സങ്കരമാണ് ബ്രോൺസ്. ഒന്നുകൂടി പറയാം. ബ്രാസ് എന്നത് കോപ്പറിന്റെയും സിങ്കിന്റെയും സങ്കരമാണ്. നിക്രോം എന്നത് നിക്കലിന്റെയും ക്രോമിയത്തിന്റെയും ഇരുമ്പിന്റെയും സങ്കരമാണ്. അൽനിക്കോ എന്നത് അയണിന്റെയും അലൂമിനിയത്തിന്റെയും നിക്കലിന്റെയും കൊബാൾട്ടിന്റെയും സങ്കരമാണ്. ബ്രോൺസ് എന്നത് കോപ്പറിന്റെയും ടിന്നിന്റെയും സങ്കരമാണ്. സമയത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? സമയത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് സെക്കൻഡ്. ചെവിക്ക് ഹാനികരമായ ശബ്ദം എത്ര ഡെസിബലിന് മുകളിലാണ്? ചെവിക്ക് ഹാനികരമായ ശബ്ദം എത്ര ഡെസിബലിന് മുകളിലാണ്? 120 ഡെസിബൽ. മനുഷ്യർക്ക് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ആവൃത്തി എത്രയാണ്? മനുഷ്യർക്ക് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ആവൃത്തി എത്രയാണ്? 20 മുതൽ 20,000 ഹെഡ്സ് വരെയാണ്. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ആവൃത്തി 20 മുതൽ 20,000 ഹെഡ്സ് വരെയാണ്. ഇതിൽ തന്നെ 20 ഹെഡ്സിൽ താഴെ ആവൃത്തിയുള്ള ശബ്ദത്തെ പറയുന്ന പേര് ഇൻഫ്രാസോണിക് സൗണ്ട്സ് എന്നാണ്. 20ൽ താഴെ ആവൃത്തിയുള്ള ശബ്ദമാണ് ഇൻഫ്രാസോണിക് സൗണ്ട്. അതുപോലെ തന്നെ 20,000 മുകളിൽ ആവൃത്തിയുള്ള ശബ്ദ തരംഗങ്ങളാണ് അൾട്രാസോണിക് സൗണ്ട്സ്. അപ്പോൾ 20ൽ താഴെ ആവൃത്തിയുള്ളവയെ ഇൻഫ്രാസോണിക് എന്നും 20,000 മുകളിൽ ആവൃത്തിയുള്ള ശബ്ദത്തെ അൾട്രാസോണിക് സൗണ്ട് എന്നുമാണ് പറയുന്നത്. അൾട്രാസോണിക് ശബ്ദ തരംഗം
കേൾക്കാൻ കഴിയുന്ന ജീവി ഏതാണ്? അൾട്രാസോണിക് ശബ്ദ തരംഗം കേൾക്കാൻ കഴിയുന്ന ജീവിയാണ് വവ്വാൽ. കടലിന്റെ ആഴം അളക്കുന്ന ഉപകരണം ഏതാണ്? കടലിന്റെ ആഴം അളക്കുന്ന ഉപകരണമാണ് സോണാർ. ഓക്കെ ഫ്രണ്ട്സ്, ദിസ് ഇസ് ഓൾ ഫോർ ടുഡേ. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.